ിലേക്ക് സ്വാഗതം. 29-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പ്രേമലു. ഇതിനോടകം തന്നെ 3 സിനിമകളാണ് മലയാളത്തിൽ ഗംഭീരമായിട്ട് ഫെബ്രുവരി മാസത്തിലെ കളക്ഷൻ തൂക്കിയത്. 1 പ്രേമലു, 2 ഭ്രമയുഗം, 3 മഞ്ഞുമ്മൽ ബോയ്സ്. ഇവിടെ പ്രേമലു എന്ന സിനിമ ഒരു മാസം തികയ്ക്കുമ്പോൾ ഇന്നത്തെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. 645ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 45% മുകളിൽ ഒക്യുപ്പൻസി ഉള്ള ഈ ഒരു സിനിമ ഇന്ന് 1,04,00,000 മുകളിലുള്ള എമൗണ്ടാണ് ട്രാക്ട് കളക്ഷൻസിലൂടെ നേടിയിരിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ കാര്യം ഏകദേശം 60% കൂടുതൽ. ഇന്നലെ ഈ സമയത്ത് 65 ലക്ഷം രൂപയായിരുന്നു പ്രേമലുവിൻ്റെ കളക്ഷനെങ്കിൽ ഇന്ന് 1,05,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 1.5 കോടിയോളമായിരിക്കും സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. ഇതോടുകൂടി സിനിമ കേരള കളക്ഷൻ മാത്രമായിട്ട് 49-50 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 91-93 കോടിക്കിടയിലാണ് നിൽക്കുന്നത്. തെലുങ്കിലേക്കുള്ള അതിൻ്റെ പതിപ്പ് നമ്മൾ കണ്ടു. വലിയ രീതിയിലുള്ള ഒരു റിലീസാണ് തെലുങ്കിൽ നടക്കുന്നത്. പക്ഷേ എത്രത്തോളം അവിടെ വിജയമുണ്ട് എന്നുള്ളതിനെ മെയിനായിട്ട് കരുതിയിരിക്കും 100 കോടിയിലേക്കുള്ള മൂവ്മെൻ്റ് എന്ന് തന്നെ പറയാം. ഇനിയും സിനിമയ്ക്ക് 8 കോടിക്കടുത്ത് രൂപ വേണം ഈ പറഞ്ഞ പോലെ തന്നെ 100 കോടി ക്ലബ്ബിൽ കയറാനുള്ളത്. തീർച്ചയായും സിനിമ 100 കോടി ക്ലബ്ബിലേക്ക് കയറും എന്ന് തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ. കാരണം ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു സൂപ്പർ താരത്തിൻ്റെ തല്ലാത്ത മറ്റൊരു സിനിമ കൂടി 100 കോടി ക്ലബ്ബിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അതായത് പിള്ളേർ കലക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ 2 സിനിമകൾ വെല്ലുവിളിയായി നിന്നിരുന്നു. ഒന്ന് ഭ്രമയുഗം, മറ്റൊന്ന് മഞ്ഞുമ്മൽ ബോയ്സ്. പക്ഷേ അതിന് ഒരു പരിക്കുമില്ലാത്ത ലെവലിൽ തന്നെയാണ് ഈ സിനിമ കുതിച്ചുയർന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെ 100 കോടി ക്ലബ്ബിലേക്ക് കയറുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. 90 കോടി കഴിഞ്ഞ ഈ ഒരു സിനിമ കേരള കളക്ഷൻ 50 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയ.